ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ടീച്ചറമ്മ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ടീച്ചറമ്മയിൽ ഇനി കാണാൻ പോകുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഭാഗങ്ങളാണ്. അതെ, നമ്മുടെ കനിയുടെയും ജോണിന്റെയും വിവാഹം, അതുപോലെ തന്നെ റെജിയുടെയും സുജിയുടെയും വിവാഹ നിശ്ചയം. അപ്പൊ നമ്മുടെ മേരി ടീച്ചർ സരസ്വതി എടുത്ത് പറയുന്നുണ്ട്, റെജിയുടെയും അതുപോലെ തന്നെ നമ്മുടെ സുജിയുടെ വിവാഹ നിശ്ചയം നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കനിയുടെയും ജോണിന്റെ കാര്യത്തിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നേരിട്ട് വിവാഹം നടത്തുന്നതിന് നല്ലത്, ഇനി വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് മേരി പറയുമ്പോൾ സരസ്വതി പറയുന്നുണ്ട്, അത് ശരിയാണ്. ഇപ്പാണെങ്കിൽ കനിയുടെ അച്ഛനും അമ്മയും സമ്മതിച്ചിട്ടുണ്ട്. ഓ, അപ്പൊ കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു അവരൊരിക്കലും സമ്മതിക്കില്ലെന്നൊക്കെ. അതെ, എന്താണെന്നറിയില്ല. വെള്ളിയേട്ടൻ പോയി പാർവതി ചേച്ചിയുടെ സംസാരിച്ചു, അതുകൊണ്ടാണോന്ന് അറിയില്ല. ചേച്ചി ഇപ്പൊ സമ്മതിച്ചു. റാംജിക്കും പൂർണ്ണ സമ്മതം. ആഹാ, അത് കൊള്ളാലോ. കനിയുടെ ഈ ഒരു കാര്യത്തിലെങ്കിലും അവർ ഒരുമിച്ച് നിന്നല്ലോ, അതെന്നെ വലിയ കാര്യം എന്ന് പറയാണ്. അങ്ങനെ മേരി ഫോം വെക്കുമ്പോ തന്നെ ദേ അവിടേക്ക് വരുവാണ് നമ്മുടെ റാംജിയും അതുപോലെ തന്നെ പാർവതിയും കൂടി ചേർന്ന് കേട്ടോ. വാതിൽ തുറക്കുമ്പോ മേരി ശരിക്കും ഞെട്ടിപ്പോകാണ്. ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞങ്ങള് കനിയുടെ അച്ഛനും അമ്മയാ. ഓ, വാ വാ, കേറി വാ എന്ന് പറയാണ്. ഞങ്ങൾക്ക് ആദ്യം വിവാഹത്തിനോട് ചില താല്പര്യക്കുറവുണ്ടായിരുന്നു, അറിയാലോ, വേറെ മതക്കാരനായതുകൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പമില്ല കേട്ടോ, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. വിവാഹം ഇനിയിപ്പോ അടുത്ത മാസം നടത്തുള്ളൂ എന്ന് അറിഞ്ഞു. ഞങ്ങൾക്കിനി അധികം ലീവ് ഒന്നുമില്ല, വിവാഹത്തിന് വരണമല്ലോ. അതുകൊണ്ട് നാളെ തന്നെ തിരിച്ചു പോകാണ്. അപ്പൊ ഞങ്ങളുടെ മോളുടെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ നമുക്കൊന്ന് കാണണമല്ലോ, അതുകൊണ്ടിട്ടാണ് വന്നത്. ഓ, ജോണിനെ കാണാനായിട്ടാണല്ലേ, ഇപ്പൊ വിളിക്കാം. മോനെ ജോണെ, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ജോൺ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നമ്മുടെ കനിയുടെ അച്ഛനും നമുക്ക് ജോണിനെ ഭയങ്കര ഇഷ്ടമാവാട്ടോ. അപ്പൊ നമ്മുടെ മേരി പറയുന്നുണ്ട്, മോനെ ഇത് നമ്മുടെ കനിയുടെ അച്ഛനും അമ്മയാണ് എന്ന് പറയാണ്. നമസ്കാരം എന്ന് ജോൺ പറയാണ്. എന്തായാലും ഇവിടെ വന്നപ്പോ നിങ്ങളെയൊക്കെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നാളെ തിരിച്ചു പോവാണ്, വിവാഹത്തിന് വരാം എന്ന് പറഞ്ഞിട്ട് കനിയുടെ അച്ഛനും അമ്മയും അവിടെ നിന്ന് പോവാണ്. അപ്പൊ എല്ലാവർക്കും പൂർണ്ണ സമ്മതം. വിവാഹത്തിന്റെ ദിവസങ്ങൾ എടുക്കാണ്. അടുത്ത മാസം 10-ാം തീയതി റെജിയുടെയും സുജിയുടെയും കൂടെ തന്നെ നമ്മുടെ കനിയുടെയും ജോണിന്റെയും വിവാഹം നടത്താൻ വേണ്ടി തന്നെ തീരുമാനിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ മാധവത്തിൽ വെച്ചിട്ട് തന്നെ വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ വിവാഹത്തിന് ഒരു ആഴ്ച മുമ്പ് നമ്മുടെ കല്ലു കനീനെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് കനീൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള പാർക്കിലേക്ക് കൊണ്ടുപോവാണ്. കല്ലുവിനോട് ചോദിക്കണ്ടേ, എന്താ വലിയ രഹസ്യമാണോ? അതെ, രഹസ്യം തന്നെയാണ്. അതെ, അറിയാലോ, വീണ കുഞ്ഞിക്ക് നമ്മുടെ ജോണേട്ടനോട് വല്ലാത്തൊരു താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്, പ്രണയമുണ്ട്. പക്ഷെ അത് തുറന്നു പറയാത്തതാണ്. എടി, എനിക്കറിയാടി, അവൾക്ക് വേണ്ടി ഞാൻ ഇത്രയും നാള് അവള് ജോണേട്ടനെ ഒന്നിക്കട്ടെ ഞാൻ പല കാര്യങ്ങളും ചെയ്തത്. പക്ഷെ അവൾക്ക് ഒരു സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ വയ്യ. സന്തോഷേട്ടന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കണം, അല്ല ജോണേട്ടന്റെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജോണേട്ടന്റെ കൂടെ നിൽക്കണം. ഇത് രണ്ടുപേരുടെ കൂടെ നിൽക്കാതെ രണ്ടുപേരുടെയും ജീവിതം ഒരു വഴിക്കാക്കാതിരുന്ന എന്താടി ചെയ്യാം? അത് ശരിയാണ്. പക്ഷേ ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ കുഞ്ഞി പുറത്തേ ഇറങ്ങുന്നില്ല. ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഞങ്ങൾ ഇന്ന് സന്തോഷേട്ടനെ കണ്ടിരുന്നു. ആൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, ആൾക്ക് സന്തോഷമേ ഉള്ളൂ. വീണ ആന്റിക്ക് അതുപോലെ തന്നെ നമ്മുടെ ജോണിനെ വിവാഹം കഴിക്കണല്ലോ ഒരു എതിർപ്പും നമ്മുടെ സന്തോഷേട്ടനില്ല. പക്ഷെ വീണക്കുഞ്ഞിക്ക് അങ്ങനെയല്ല. സന്തോഷേട്ടന്റെ വിഷമമാകോ, സന്തോഷേട്ടന്റെ പഴയ മാനസികാവസ്ഥ മാറി പഴയ പോലെ ഭ്രാന്ത് പിടിക്കോ എന്നൊക്കെയുള്ള ചിന്തയാണ്. കരി പറയണ്ട, അതന്നെ അവളുടെ കുഴപ്പം. അവൾക്ക് രണ്ട് വെള്ളത്തിലും കാലെടുത്ത് എങ്ങനെ നടക്കും എന്ന് പറയാണ്. അത് ശരിയാണ്. പക്ഷേ നമുക്ക് കുറച്ചു നാളും കൂടി വീണക്കുഞ്ഞിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താലോ? കനി പറയണ്ടേ, ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കല്ലു. ഇപ്പൊ എല്ലാവരും സമ്മതിച്ചു, എല്ലാവരും ഇപ്പൊ കല്യാണ തിരക്കിലാണ്. ഇനിയിപ്പോ വീണ്ടും ഈ വിവാഹം നീട്ടി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേരി ടീച്ചർ എന്താ വിചാരിക്കുക? മേരി ടീച്ചർ അത് അപമാനിക്കുന്നതിന് തുല്യമാവില്ലേ? അവരവരുടെ ബന്ധുക്കളത്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും ക്ഷണിച്ചു. ഇത്രയും നാള് എന്റെ അച്ഛനും അമ്മയും എന്റെ ഒരു കാര്യത്തിലും വരാത്ത അച്ഛനും അമ്മയും കൂടി വന്നു. ഇനിയിപ്പോ വീണയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഞാനും ജോണേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കൂടിയിട്ടാവാം ഇനി വരുന്നിടത്ത് കാണാം എന്ന് പറയാണ്. അങ്ങനെ ജോണിന്റെയും കനിയുടെ വിവാഹ തലേന്ന് നമ്മുടെ വീണ ജോണിനെ കാണാൻ വേണ്ടി വരുവാണ്. ജോണിനെ കെട്ടിപ്പിടിച്ച് തന്നെ ഉപേക്ഷിച്ച് പോവല്ലേ എന്ന് കാല് പിടിച്ച് പൊട്ടിക്കരയാണ് നമ്മുടെ വീണ. ആ ഒരു ഭാഗമാണ് നമ്മൾ നാളെ മറ്റന്നാളെ ആയിട്ട് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.